ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് വേവ് പാക്കറ്റ്. അപ്പോൾ എന്താണ് വേവ് പാക്കറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ എന്താണ് വേവ് പാക്കറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. The most confusing problem raised by the discovery of the wave nature of matter is understanding physically the word particle. അപ്പോൾ നമ്മൾ ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് എല്ലാ പാർട്ടിക്കിളിനെയും അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് ഉണ്ട്, എല്ലാ മൂവിങ് പാർട്ടിക്കിളിനെയും അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്. ആ വേവിൻ്റെ വേവ് ലെങ്തിനെ നമ്മൾ ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ മൂവിങ് പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത്രയും നാൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇപ്പോൾ മാറി. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിളിനെ നമ്മളിപ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? നമുക്ക് നേരത്തെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇന്നത്ര മാസുള്ള, അല്ലെങ്കിൽ ഇത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന മൊമെൻറ്റമുള്ള ഒരു ഫിസിക്കൽ എൻറ്റിറ്റി നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി നമുക്കൊരു പിക്ചറുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തു പറ്റി? ചില പ്രശ്നങ്ങൾ പറ്റി, ചില പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട്. അപ്പം എങ്ങനെ നമ്മളൊരു പാർട്ടിക്കിളിനെ ഇനി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. സോ അവർ മെൻ്റൽ പിക്ചർ റിഗാർഡിങ് എ പാർട്ടിക്കിൾ ഈസ് ദാറ്റ് it is a physical entity having a precise position and momentum at every instant of time. But according to de Broglie, a particle of momentum p is associated with a wave of definite wavelength lambda equal to h by p. അതായത് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രിസൈസ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള പൊസിഷനും മൊമെൻറ്റവും ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മളൊരു പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പക്ഷേ ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് പറയുന്നതനുസരിച്ച് പി എന്ന് പറയുന്ന മൊമെൻറ്റമുള്ള ഒരു പാർട്ടിക്കിളിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡി ബ്രോയി വേവ് ലെങ്ത് ഉണ്ട്. ആ ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. So this is an uncomfortable situation because for a pure harmonic wave extending over all space, we cannot say nothing about the position of the particle described by such a wave. So അതായത് നമുക്കിപ്പോൾ ഒരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വേവിനെ എങ്ങനെ എടുക്കണം? അതായത് ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു സൈനസോയിഡൽ വേവ്, ഓക്കെ, -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലൊരു വേവായിട്ട് ഞാനൊരു പാർട്ടിക്കിളിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റാതെ വരും. കാരണം ഒരു പാർട്ടിക്കിളിനെ ഇത്തരത്തിൽ -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഹാർമോണിക് വേവായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ പറ്റി ഒന്നും പറയാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വേവായിട്ട് പാർട്ടിക്കിളിനെ എടുക്കുന്നതിൽ ചില ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിന് കാരണം നമുക്ക് പാർട്ടിക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മാറിപ്പോവും. ആ പാർട്ടിക്കിളിനെ നമുക്ക് ശരിയായ രീതിയിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ ഹാർമോണിക് വേവായിട്ട് പാർട്ടിക്കിളിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യുക? ഇൻ ഓർഡർ ടു സോൾവ് ദിസ് ഇഷ്യൂസ് വി യൂസ് ദ കൺസെപ്റ്റ് ഓഫ് വേവ് പാക്കറ്റ് ഓർ വേവ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വേവ് പാക്കറ്റ് അല്ലെങ്കിൽ വേവ് ഗ്രൂപ്പ്, ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. വേവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേവ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 more വേവ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടോ അതിൽ കൂടുതലോ വേവുകൾ ചേർന്നിട്ടുള്ള ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഡി ബ്രോയി വേവ് എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത വേവ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വേവിനെ നമുക്കൊരു സിംഗിൾ വേവായിട്ട് ട്രീറ്റ് ചെയ്താൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ പറ്റി നമുക്ക് പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് നമ്മൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വേവ് പാക്കറ്റ് അല്ലെങ്കിൽ വേവ് ഗ്രൂപ്പായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് നോക്കാം. സോ എ വേവ് പാക്കറ്റ്, എന്താണ് വേവ് പാക്കറ്റ് എന്നാണ് പറയുന്നത്? എ വേവ് പാക്കറ്റ് ഈസ് എ വേവ് confined to a small region of space so that the particle can be within the region of the packet. അതായത് വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ വരച്ചതുപോലെ -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു വേവ് അല്ല, മറിച്ച് എന്താണ്, അത് ഒരു പർട്ടിക്കുലർ റീജിയണിൽ ലോക്കലൈസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു വേവ് പാക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു
ചെറിയ റീജിയൺ, ഒരു പർട്ടിക്കുലർ റീജിയണിൽ ഇത് കൺഫൈൻഡ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വേവായിട്ട് എടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ സംബന്ധിച്ച് എന്ത് പറയാം, ഇത് ഒരു ഫൈനൈറ്റ് വിഡ്ത്താണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് Δx എന്ന് പറയുന്ന ഒരു വിഡ്ത്തായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വേവ് പാക്കറ്റിൻ്റെ വിഡ്ത്തിനുള്ളിൽ എവിടെയോ ഈ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് പൊസിഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, പൊസിഷനെ പറ്റി എനിക്ക് എന്താണ്, അല്ലെങ്കിൽ പൊസിഷൻ നമുക്ക് ഈ കേസിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സിംഗിൾ ഹാർമോണിക് വേവിൽ നിന്നും ഒരു വേവ് പാക്കറ്റായിട്ട് നമ്മൾ ഇതിനെ എടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നൗ സോ എങ്ങനെയാണ് വേവ് പാക്കറ്റ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ സൂപ്പർ പൊസിഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഹാർമോണിക് വേവ് ഹാവിങ് എ സർട്ടൻ റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലുള്ള ഈ ഹാർമോണിക് വേവുകളുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഹാർമോണിക് വേവുകൾ, നമ്പർ ഓഫ് ഹാർമോണിക് വേവുകൾ സൂപ്പർ പോസ് ചെയ്തിട്ട് ആണ് ഈ പറഞ്ഞ വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ടോ അതിലധികമോ വേവുകൾ എന്ത് ചെയ്താലാണ് സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എഫക്റ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ സം ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കുറേ ഇൻഡിവിജ്വൽ വേവുകൾ സൂപ്പർ പോസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒന്നാണ് വേവ് പാക്കറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മളിവിടെ എത്തുന്നത്. സോ ദ വേവ് പാക്കറ്റ്, ഈ ഹാർമോണിക് വേവ്സ് സൂപ്പർ പോസ് ചെയ്യുന്നു, എന്നിട്ട് വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നു. ഇനി ദ വേവ് പാക്കറ്റ് വിൽ മൂവ് വിത്ത് ദ പാർട്ടിക്കിൾ വിത്ത് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ കൺസേൺഡ്. അപ്പോൾ ഈ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും. അതായത് ഇനിമേൽ നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഒരു വേവ് പാക്കറ്റായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഈ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. Okay, if all the harmonic waves associated with a wave packet move with the same speed in a medium, we say that the medium is non-dispersive. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു വേവ് പാക്കറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്, കുറേ ഹാർമോണിക് വേവുകൾ സൂപ്പർ പോസ് ചെയ്താൽ രണ്ടോ അതിലധികമോ ഹാർമോണിക് വേവുകൾ സൂപ്പർ പോസ് ചെയ്തിട്ടാണ് വേവ് പാക്കറ്റ് ഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മീഡിയത്തിൽ കൂടി ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ വേവുകൾ, ഈ തരത്തിലുള്ള ഇൻഡിവിജ്വൽ വേവുകൾ മൂവ് ചെയ്യുന്നു. ഇഫ് ഓൾ ദ ഹാർമോണിക് വേവ്സ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് പാക്കറ്റ് മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ഇൻ എ മീഡിയം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മീഡിയത്തിൽ കൂടി ഈ പറഞ്ഞ ഹാർമോണിക് വേവുകൾ മൂവ് ചെയ്യുന്ന ഈ ഹാർമോണിക് വേവുകൾ ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള മീഡിയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, നോൺ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് വിളിക്കുന്നു. ഇൻ സച്ച് എ മീഡിയം ദ വേവ് പാക്കറ്റ് ട്രാവൽസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. അപ്പോൾ ഒരു മീഡിയം നോൺ ഡിസ്പേഴ്സീവ് ആണെങ്കിൽ ഈ വേവ് പാക്കറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേസമയം കൂടുതൽ മീഡിയവും ഡിസ്പേഴ്സീവ് ആയിട്ടുള്ള മീഡിയമാണ്. അപ്പോൾ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ, ബട്ട് മോസ്റ്റ് ഓഫ് ദ മീഡിയ ദാറ്റ് വി ഡീൽ വിത്ത് ആർ ഡിസ്പേഴ്സീവ് വേർ ദ വെലോസിറ്റി ഓഫ് എ വേവ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് വേവ് ലെങ്ത്. അതായത് ഒരു വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദാറ്റ് ദി ഇൻഡിവിജ്വൽ വേവ്സ് ട്രാവൽ അറ്റ് ഡിഫറെൻറ്റ് വെലോസിറ്റി. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസ്പേഴ്സീവ് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ കൂടി വേവുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്തിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വേവുകൾ പല വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. കാരണം വേവ് ലെങ്ത് ഡിഫറൻ്റ് ആയിരിക്കും, ഓരോ വേവിൻ്റെയും വേവ് ലെങ്ത് ഡിഫറൻ്റ് ആയിരിക്കും, സ്വാഭാവികമായും അതിൻ്റെ വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ വേവുകൾ പല വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വേവ് പാക്കറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് വേവ് പാക്കറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള മീഡിയത്തെ നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓർക്കുക, നോൺ ഡിസ്പേഴ്സീവ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ വേവ് പാക്കറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലാ വേവിൻ്റെയും വെലോസിറ്റി സെയിം ആണ്. അതേസമയം നോൺ ഡിസ്പേഴ്സീവ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഡിഫറൻ്റ് ആണ്, കാരണം വേവ് ലെങ്ത് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേവ് പാക്കറ്റിൻ്റെ ഷേപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. So this means that a wave packet traveling in a dispersive medium changes its shape as it moves. Note that the situation is that of dispersion in which the waves of different wavelengths do not proceed together. അപ്പം ഇനി നമ്മൾ ഈ വേവ് പാക്കറ്റിനെ ലെറ്റസ് ഇല്ലുസ്ട്രേറ്റ് ഹൗ എ വേവ് പാക്കറ്റ് ഈസ് ഫോംഡ്. വേവ് പാക്കറ്റിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനാണ് നമ്മളിവിടെ ഇനി അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു വേവ് പാക്കറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയണം. സോ ഫോർമേഷൻ ഓഫ് വേവ് പാക്കറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ പറഞ്ഞു, രണ്ടോ അതിലധികമോ വേവുകൾ സൂപ്പർ പോസ് ചെയ്തിട്ടാണ് വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇൻഡിവിജ്വൽ വേവ്സ് സൂപ്പർ പോസ് ചെയ്ത് ഒരു വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഫോർമുലേഷനാണ് ഇവിടെ പറയുന്നത്. സോ ഫോർ സിംപ്ലിസിറ്റി വി അസ്യൂം ദാറ്റ് ദ വേവ് പാക്കറ്റ് ഈസ് ഫോംഡ് ഓഫ് ടു
സൈനുസോയിഡൽ വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാം ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, സോ ഒരു രണ്ട് വേവുകൾ രണ്ട് സൈനുസോയിഡൽ വേവ്സ്, സൈൻ വേവ്സ് രണ്ടെണ്ണം സൂപ്പർപോസ് ചെയ്തിട്ട് ഒരു വേവ് പാക്കറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, അതിനെ എ എന്ന് വിളിക്കുന്നു. അതുപോലെ രണ്ടിൻ്റെയും വേവ് ലെങ്ത്, ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് രണ്ടിൻ്റെയും സെയിം ആണ്. ഇനി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആദ്യത്തെ വേവിൻ്റേത് ലാംഡയാണെങ്കിൽ രണ്ടാമത്തെ വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡയാണ്, വേർ ഡി ലാംഡ സ്മോൾ. അതായത് ആദ്യത്തെ വേവിൻ്റെ വേവ് ലെങ്തിൽ നിന്നും ഒരു സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട്, സ്ലൈറ്റ്ലി കൂടിയ വേവ് ലെങ്ത് ഉള്ള ഒരു വേവായിട്ട് നമ്മൾ രണ്ടാമത്തേനെ എടുക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തേൻ്റെ വേവ് വെക്ടർ കെ ആണെങ്കിൽ രണ്ടാമത്തെ വേവിൻ്റെ വേവ് വെക്ടർ കെ പ്ലസ് ഡി കെ ആയിരിക്കും. അതുപോലെ ആദ്യത്തെ വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണെങ്കിൽ രണ്ടാമത്തെ വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ പ്ലസ് ഡി ഒമേഗ ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ വേവിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ രണ്ടാമത്തെ വേവിൻ്റെ വെലോസിറ്റി വി പ്ലസ് ഡി വി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് വേവുകൾ സൂപ്പർപോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, നമ്മൾ രണ്ട് സൈനസോയിഡൽ വേവ് എടുക്കുന്നു. ഓക്കെ, രണ്ട് സൈനസോയിഡൽ വേവ് എടുക്കുന്നു. ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും എ ആണ്. ആദ്യത്തെ വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്, രണ്ടാമത്തെ വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡയാണ്. ആദ്യത്തെ വേവിൻ്റെ വേവ് വെക്ടർ കെ ആണ്, രണ്ടാമത്തെ വേവിൻ്റേത് കെ പ്ലസ് ഡി കെ ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണ്, രണ്ടാമത്തെ ഒമേഗ പ്ലസ് ഡി ഒമേഗയാണ്. ആദ്യത്തെ വേവിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ രണ്ടാമത്തെ വി പ്ലസ് ഡി വി ആണ്. ഇങ്ങനെയുള്ള രണ്ട് സൈനസോയിഡൽ വേവ്സ് സൂപ്പർപോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ആ സൈനസോയിഡൽ വേവ്സിനെ ടു സൈനസോയിഡൽ വേവ്സ് ആർ ഗിവൺ ബൈ ആദ്യത്തേതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് y1. ആദ്യത്തെ വേവിനെ ഞാൻ y1 = a sin kx മൈനസ് ഒമേഗ ടി എന്ന് എടുക്കുന്നത്. ഇതൊരു വേവ് ഇക്വേഷനാണ്, നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേവ് ഇക്വേഷനാണ്. സോ ഞാൻ ഫസ്റ്റ് വേവിനെ y1 = a sin kx മൈനസ് ഒമേഗ ടി എന്ന് എടുക്കുന്നു. y എന്ന് പറയുന്നതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വേവിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ വേവിൻ്റെ വേവ് വെക്ടർ കെ ആണെങ്കിൽ രണ്ടാമത്തെ കെ പ്ലസ് ഡി കെ ആയിരിക്കും. ആദ്യത്തെ വേവിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ആണെങ്കിൽ രണ്ടാമത്തെ ഒമേഗ പ്ലസ് ഡി ഒമേഗ ആയിരിക്കും. അതുകൊണ്ട് തന്നെ y2 എന്ന് പറയുന്നത് എ സൈൻ ഓഫ് കെയ്ക്ക് പകരം ഇവിടെ കെ പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗയ്ക്ക് പകരം ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി എന്ന് വരും. സോ ഇങ്ങനെയുള്ള രണ്ട് വേവുകൾ എടുക്കുന്നു. ഈ ടു വേവ്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഓവർ ദ റീജിയൻ -∞ ടു +∞. അപ്പോൾ -∞ മുതൽ +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രണ്ട് വേവുകളാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ വേവ് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, രണ്ടാമത്തെ വേവ് എ സൈൻ കെ പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് മൈനസ് ഓഫ് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി എന്ന് വരും. നൗ അടുത്തതായിട്ട് നമ്മളിവിടെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്ന്, വി ഇൻട്രൊഡ്യൂസ് എ ടേം കോൾഡ് ഫേസ് വെലോസിറ്റി. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ടതാണ്. വി ഇൻട്രൊഡ്യൂസ് എ ടേം കോൾഡ് ഫേസ് വെലോസിറ്റി. എന്താണ് ഫേസ് വെലോസിറ്റി? Which refers to the velocity with which a constant phase is moving, or it is the velocity of the individual waves that we consider. അതായത് നമ്മളിവിടെ രണ്ട് വേവുകൾ എടുത്തല്ലോ, ഇതിൽ ഈ ഓരോ വേവിനും ഓരോ വെലോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ വേവുകളുടെ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയത്: y1 = a sin kx മൈനസ് ഒമേഗ ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ വേവിനെ സംബന്ധിച്ച് ഇതിൻ്റെ വേവ് വെക്ടർ കെ ആണ്, ഇതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഈ വേവിൻ്റെ ഇതെന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആയിരിക്കും. കാരണം ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ ആണ്. നമുക്കറിയാം ഒമേഗ 2π ന്യൂ ആണ്. കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡയാണ്, എന്ന് വെച്ചാൽ ന്യൂ ലാംഡ എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് ഈ ആദ്യത്തെ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ വേവ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് y2 എന്ന് പറയുന്നത് എന്താണ്? എ സൈൻ കെ പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി ആണ്. അപ്പോൾ നമുക്ക് ഈ കേസിൽ ഇതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഡിവൈഡഡ് ബൈ കെ പ്ലസ് ഡി കെ ആയിരിക്കും. പക്ഷേ നമുക്കറിയാം ഡി ഒമേഗയും ഡി കെ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഈ ലാംഡയാണ് ആദ്യത്തെ വേവിൻ്റെ വേവ് ലെങ്ത് എങ്കിൽ രണ്ടാമത്തേത് ലാംഡ പ്ലസ് ഡി ലാംഡയാണ്, വേർ ഡി ലാംഡ ഈസ് വെരി സ്മോൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ സ്ലൈറ്റ്ലി ഡീവിയേറ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ജനറലി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ടൈപ്പ് ഒരു സൈനസോയിഡൽ വേവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കേസിലുള്ള ഓരോ വേവുകൾക്കും ഓരോ ഇൻഡിവിജ്വൽ വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇൻഡിവിജ്വൽ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേവിൻ്റെ കേസിൽ ഇതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണെന്ന് പറയാം. ഓക്കെ, സോ അവർ ഫേസ് വെലോസിറ്റി ഈസ് ഒമേഗ ബൈ കെ. അപ്പം നമുക്ക് എന്താണ് ഫേസ് വെലോസിറ്റി എന്ന് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു. ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവുകളുടെ വെലോസിറ്റിയാണ്. സോ ഹിയർ ദിസ് ഫേസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഈ ഫേസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω/k ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. ഇവിടെ ഈക്വൽ ടു വി എന്നിട്ടിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ടു വി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഇവിടെ ഈ വി എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ഇത് മാത്രം എടുത്താൽ മതി. ഫേസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω/k ആണെന്ന് മാത്രം എടുക്കുക. ഓക്കെ, നൗ അപ്പോൾ നമുക്കിവിടെ ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റിയെ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുമെന്നും ഫേസ് വെലോസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ω/k ആയിരിക്കും എന്ന് പറഞ്ഞു. വേർ ω ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് k ഇസ് ദ വേവ് വെക്ടർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 നമ്മൾ 3 ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നൗ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ വേവുകൾ സൂപ്പർപോസ് ചെയ്തിട്ടല്ലേ വേവ് പാക്കറ്റ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്കിവിടെ ഫേസ് വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് വേവ് നമ്മൾ പറഞ്ഞു ω + dω ഡിവൈഡഡ് ബൈ k + dk ആണെന്ന് പറഞ്ഞു. സോ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ദ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് വേവുകളും സൂപ്പർപോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് y1 ഈസ് ഈക്വൽ ടു a sin kx - ωt ആണ്. രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് y2 ഈസ് ഈക്വൽ ടു a sin k + dk ഇൻറ്റു എക്സ് മൈനസ് ω + dω ഇൻറ്റു ടി ആണ്. ഓക്കെ, ഇത് സൂപ്പർപോസ് ചെയ്യുന്നു. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് സൂപ്പർപോസ് ചെയ്ത് ഫോം ചെയ്യുന്ന വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ വേവുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ വെക്ടർ സം ആയിരിക്കും എന്നുള്ളതാണ്. സോ y ഈസ് ഈക്വൽ ടു y1 + y2 ആണ് നമുക്ക് എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അതായത് a sin kx - ωt പ്ലസ് y2 എന്ന് പറയുന്നത് a sin ദിസ് k + dk ഇൻറ്റു എക്സ് മൈനസ് ω + dω ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെനിക്ക് രണ്ട് ടേമിനകത്ത് നിന്ന് ഈ എയെ എനിക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഈസ് എ ഇൻറ്റു ഞാൻ ആ രണ്ടാമത് എഴുതിയിരിക്കുന്ന ടേമിനെ ആദ്യം എടുക്കുന്നു. അതായത് സൈൻ ഓഫ് ദിസ് k + dk ഇൻറ്റു എക്സ് മൈനസ് ω + dω ഇൻറ്റു ടി. ഇത് ഞാൻ ആദ്യം എഴുതുന്നു. പ്ലസ് സൈൻ kx - ωt എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്? ഇതൊരു സൈൻ പി പ്ലസ് സൈൻ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ, അല്ലെങ്കിൽ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്ന ഫോമിലാണുള്ളത് അല്ലേ, സൈൻ എ പ്ലസ് സൈൻ ബി. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ, ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം. സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 sin a + b/2 ഇൻറ്റു കോസ് a - b/2 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ച് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് എന്ത് കിട്ടും നോക്കുക. y ഈസ് ഈക്വൽ ടു a, ഇവിടെ a ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട്. ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഇതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 വരും. അപ്പോൾ ആ 2 കൂടെ ഞാനിവിടെ എഴുതുന്നു. y ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു നൗ സൈൻ a + b/2. ഓക്കെ, 2a ഇൻറ്റു സൈൻ a + b/2. അപ്പോൾ സൈൻ a + b/2 എടുക്കുമ്പോൾ എന്ത് വരും? എ എന്ന് പറയുന്നത് എന്താ? ഈ മൊത്തം ടേമാണ് k + dk ഇൻറ്റു എക്സ് മൈനസ് ω + dω ഇൻറ്റു ടി എന്ന് പറയുന്നതാണ് എ. അപ്പോൾ അത് ഞാൻ അതേപോലെ ഇവിടെ എഴുതുന്നു. സോ ഇത് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ആക്കാം. സോ ദിസ് ഈസ് k + dk ഇൻറ്റു എക്സ് മൈനസ് ω + dω ഇൻറ്റു ടി. അതാണ് എ. നൗ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഇവിടെ ഇതാണ് ബി, kx - ωt. സോ kx - ωt ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അടുത്തത് കോസ്. ഓക്കെ, കോസ് എന്ത് വരും? നമുക്ക് a - b/2 ആണ്. കോസ് a - b/2. അപ്പോൾ a എന്ന് പറയുന്നത് വീണ്ടും k + dk ഇൻറ്റു എക്സ് മൈനസ് ω + dω ഇൻറ്റു ടി. ഇതാണ് a. മൈനസ് ബി എന്ന് പറയുന്നത് kx - ωt. സോ മൈനസ് ഓഫ് ബി ആണ്. സോ മൈനസ് ഓഫ് kx - ωt. ഒന്നെങ്കിൽ നിങ്ങൾ മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് kx - ωt എഴുതുക, അല്ലെങ്കിൽ ആ മൈനസ് വെച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇത് മൈനസ് kx + ωt എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിട്ട്. നോ ഞാനത് ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് എഴുതാം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് 2a സൈൻ
കെ പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി പ്ലസ് കെ എക്സ് മൈനസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2, ഓക്കെ, ഇൻറ്റു, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് താഴോട്ട് എഴുതുന്നത്, ഇൻറ്റു കോസ് എന്ത് വരും, കെ പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി മൈനസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടേം എടുക്കുക. ഫസ്റ്റ് ടേമിൽ ഇവിടെ നിങ്ങൾക്ക് കെ എക്സ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് കെ എക്സ് ഉണ്ട്, 2 കെ എക്സ്. അപ്പോൾ കെ എക്സ് പ്ലസ് കെ എക്സ് 2 കെ എക്സ് വരും. അതുപോലെ ഇവിടെ ഒരു ഡി കെ എക്സ് ഉണ്ട്. ഇത്തരം ടേമുകളാണ് എക്സ് ടേംസ് വരുന്നത്. ഒന്ന് ഇവിടെ ഒരു കെ എക്സ്, ഇവിടെ ഒരു കെ എക്സ്, തമ്മിൽ ആഡ് ചെയ്ത 2 കെ എക്സ്, പിന്നെ ഒരു ഡി കെ എക്സ്. അപ്പോൾ എനിക്ക് അതിനെ ഇവിടെ നമുക്ക് 2a സൈൻ ഇൻറ്റു 2k എക്സ് പ്ലസ് ഡി കെ എക്സ്, എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2k പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് എന്ന് വരും. വേറെ എന്താ ഉള്ളത്, ഇവിടെ ഒരു മൈനസ് ഒമേഗ ടി, ഇവിടെ വീണ്ടും ഒരു മൈനസ് ഒമേഗ ടി എന്ന് വെച്ചാൽ -2 ഒമേഗ ടി, പിന്നെ ഇവിടെ ഒരു മൈനസ് ഡി ഒമേഗ ടി. അപ്പോൾ ഒരു -2 ഒമേഗ ടി മൈനസ് ഡി ഒമേഗ ടി. അപ്പോൾ ഞാൻ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -2 ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി എന്ന് വരും. ഇത് ഡിവൈഡഡ് ബൈ 2. നൗ ഇൻറ്റു കോസ് എന്താ വരിക, ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കെ പ്ലസ് ഡി കെ ഇൻറ്റു, ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിയേ, ഇവിടെ ഒരു കെ എക്സ്, ഇവിടെ ഒരു മൈനസ് കെ എക്സ്, അപ്പോൾ പ്ലസ് കെ എക്സും മൈനസ് കെ എക്സും ക്യാൻസലാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് ഒമേഗ ടി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഒമേഗ ടി ഉണ്ട്, അതും ക്യാൻസലാവും. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഒരു പ്ലസ് ഡി കെ എക്സും ഇവിടെ ഒരു മൈനസ് ഡി ഒമേഗ ടിയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഒരു പ്ലസ് ഡി കെ എക്സ് എന്നുള്ളതിന് ഞാൻ എക്സ് ഡി കെ എന്ന് എഴുതുന്നു. പിന്നെ ഉള്ളതൊരു മൈനസ് ഡി ഒമേഗ ടി ആണ്, അതിനെ ഞാൻ മൈനസ് ടി ഡി ഒമേഗ എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് y ഈസ് ഈക്വൽ ടു 2a, ഈ രീതിയിൽ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇവിടം വരെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് വൈയുടെ ഇക്വേഷൻ, അതായത് നമ്മുടെ റിസൾട്ട് 2 വേവുകൾ സൂപ്പർപോസ് ചെയ്ത് കഴിയുമ്പോഴുള്ള റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഓക്കെ, y ഈസ് ഈക്വൽ ടു 2a. ഞാൻ ആ കോസ് ടേമിനെ ആദ്യം എഴുതിയെന്നുള്ളൂ, നേരെ തിരിച്ചെഴുതി. സോ 2a കോസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് 2k പ്ലസ് ഡി കെ ഇൻറ്റു എക്സ് മൈനസ് 2 ഒമേഗ പ്ലസ് ഡി ഒമേഗ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ എടുക്കുക. ഇനി നമ്മളൊരു അപ്രോക്സിമേഷനാണ് നടത്തുന്നത്. അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്രോക്സിമേഷൻ എന്നല്ല, നമ്മൾ ആദ്യമേ എടുത്തിരുന്നു. സിൻസ് ഡി കെ ആൻഡ് ഡി ഒമേഗ ആർ വെരി സ്മോൾ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ആദ്യത്തെ വേവിൻ്റെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ രണ്ടാമത്തെ ലാംഡ പ്ലസ് ഡി ലാംഡയാണ്, വേറെ ഡി ലാംഡ ഈ സ്മോൾ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെയാണ് ഡി കെ സ്മോൾ ആണ്, ഡി ഒമേഗ സ്മോൾ ആണ്. അതായത് കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡി കെ ചെറുതാണ്, ഒമേഗ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡി ഒമേഗ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2k പ്ലസ് ഡി കെ എന്നുള്ളതിനെ എനിക്ക് അപ്രോക്സിമേറ്റ്ലി 2k തന്നെയാണെന്ന് എടുക്കാം. അതുപോലെ 2 ഒമേഗ പ്ലസ് ഡി ഒമേഗ എന്നുള്ളതിന് അപ്രോക്സിമേറ്റ്ലി 2 ഒമേഗയാണെന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അങ്ങനെ എടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു, ഈ 2k പ്ലസ് ഡി കെ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2k ആണെന്നും 2 ഒമേഗ പ്ലസ് ഡി ഒമേഗ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2 ഒമേഗ ആണെന്നും എടുത്താൽ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഇപ്പോൾ 2a സൈൻ എന്താണ് 2k പ്ലസ് ഡി കെ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി? 2k മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2kx മൈനസ് 2 ഒമേഗ പ്ലസ് ഡി ഒമേഗ എന്നുള്ളതിന് പകരം 2 ഒമേഗ എന്ന് മാത്രം കൊടുത്താൽ മതി, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? കോസ് ഓഫ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2a സൈൻ, ഞാൻ ഈ 2നെ 2kx മൈനസ് 2 ഒമേഗ ടി, 2നെ കോമൺ ആയിട്ട് എടുത്ത് താഴെയുള്ള 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ സൈൻ kx മൈനസ് ഒമേഗ ടി മാത്രമാവും. പിന്നെ ഇവിടെ കോസ് ഓഫ് ദിസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 എന്ന് കിട്ടും. ഇതാണ് y. ആ സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 5 ഈ എക്സ്പ്രഷനിലേക്ക് നമുക്കെത്തും. ഓക്കെ, നൗ
അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, കമ്പയറിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 5. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 5ഉം കൂടെ കമ്പയർ ചെയ്യും. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇതായിരുന്നു, y1 ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷൻ 1ഉം ഈ ഇക്വേഷൻ 5ഉം കൂടെ കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ, ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്ത ഫസ്റ്റ് വേവിൻ്റെ ഇക്വേഷനാണ്. ഫസ്റ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്രഷനാണ് y1 ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. അതിനോടുകൂടി നമ്മൾ മറ്റൊരു വേവ് എന്ത് ചെയ്തു, സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ വേവ് പാക്കറ്റിൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ടൻ്റ് വേവിൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ 1ൽ നിന്നും 5ലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെയും ഒരു എ ഉണ്ട്. ദെൻ ഇവിടെ ഒരു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഉണ്ട്, ഇവിടെയും സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് വന്നതെന്ന് പറയുന്നത് ഒരു 2 കോസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2. അതായത് ഇവിടുത്തെ ഈ ഒരു 2ഉം ഇവിടുത്തെ ഈ കോസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, ഈ 2 ടേമാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നത്. എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ എയ്ക്കകത്തേക്ക് പോകുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവിടെ ഫംഗ്ഷനായിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്, ഈ പറഞ്ഞ കോസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 ആണ്. അപ്പോൾ ശരിക്കും ആദ്യത്തെ ആ വേവിൻ്റെ കൂടെ രണ്ടാമത്തെ ഒരു വേവ് കൂടി സൂപ്പർപോസ് ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ടൻ്റ് വേവ് എന്ന് പറയുന്നതിൽ ഒരു കോസ് ഫാക്ടർ കൂടുതൽ വന്നു. കോസ് ഓഫ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 എന്ന് പറയുന്ന ഒരു ടേം അഡീഷണൽ ആയിട്ട് വന്നു. ഓക്കെ, അതായത് നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് വന്ന ടേം എന്ന് പറയുന്നത് ഇതാണ്, കോസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 കംസ് ഇൻ ഫ്രണ്ട്. ഏതിൻ്റെ ഫ്രണ്ടിലാണ്, ഈ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു ടേം കൂടി അഡീഷണൽ ആയിട്ട് വന്നു. കംസ് ഇൻ ഫ്രണ്ട് ആസ് ആൻ എൻവലപ്പ്. ഇത് ശരിക്കും ഒരു എൻവലപ്പ് പോലെയാണ്, ഒരു കവർ പോലെ. മോഡുലേറ്റിംഗ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പാർട്ട് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. അതായത് ആദ്യത്തേതിൻ്റെ ഇക്വേഷൻ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരുന്നു. ആ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടിയുടെ മുൻപിൽ ഒരു എൻവലപ്പ് പോലെ എന്ത് വന്നു, ഈ പറഞ്ഞ കോസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 വന്നു. എന്ന് വെച്ചാൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, ഇപ്പോൾ ആദ്യത്തെ വേവിൻ്റെ കേസിൽ ഈ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഉണ്ടല്ലോ, സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആ വേവിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ വേവിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. എന്ന് വെച്ചാൽ ഈ വേവുകൾ ഞാൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ എല്ലാത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. അതേസമയം നമ്മൾ ഈ സൂപ്പർപോസ് ചെയ്ത് ഫോം ചെയ്ത ഈ വേവ് ഉണ്ടല്ലോ, ഈ വേവിൻ്റെ കേസിൽ ഈ സൈൻ കെ എക്സ് മൈനസ് ഇവിടെ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടിയുടെ മുമ്പിൽ വരുന്ന ഈ ടേമാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടിയുടെ മുമ്പിൽ എന്താണ്, ഈ 2a കോസ് ഇങ്ങനൊരു ടേം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, മറിച്ച് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. കാരണം ദിസ് ഇസ് എ കോസ് ഓഫ്, ഇവിടെ ടൈം വരുന്ന അല്ലെങ്കിൽ എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വേരിയിങ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പറയാം, ദിസ് കോസ് ഓഫ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 കംസ് ഇൻ ഫ്രണ്ട് ആസ് ആൻ എൻവലപ്പ് മോഡുലേറ്റിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പാർട്ട് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇപ്പോൾ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടിയുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുന്നു. ഫോമിങ് വേവ് പാക്കറ്റ്സ് ഓർ വേവ് ഗ്രൂപ്പ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് വേവ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കേസിൽ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആംപ്ലിറ്റ്യൂഡ് ആദ്യം ഇങ്ങനെ കുറവായിരുന്നു, ദെൻ കൂടി ദെൻ വീണ്ടും കുറയുന്നു, ഇങ്ങനെ. അപ്പോൾ ഇത് ചേർന്ന് കഴിയുമ്പോൾ ഇതെന്താണ്, നമുക്കൊരു പാക്കറ്റായിട്ട് കിട്ടും. ഇതൊരു വേവ് പാക്കറ്റ്. ഇതാണ് ഇതിൻ്റെ എൻവലപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള വേവ് പാക്കറ്റ് അല്ലെങ്കിൽ വേവ് ഗ്രൂപ്പാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. സോ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ എക്സ് ആക്സിസ് ഇത് എക്സ് ആണ്, ഇത് വൈ ഓഫ് എക്സ് ടി. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ വേരി ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എടുത്ത ഇൻഡിവിജ്വൽ വേവ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫിക്സഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വേവുകളും കൂടെ സൂപ്പർപോസ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വേവ് പാക്കറ്റ് അല്ലെങ്കിൽ ഒരു വേവ് ഗ്രൂപ്പാണ് നമുക്ക് കിട്ടുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിനെ ഇത്തരത്തിലുള്ള ഒരു വേവ് ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഇൻഡിവിജ്വൽ വേവ് എന്നുള്ളതിന് പകരം ഈ രീതിയിലുള്ളൊരു വേവ് ഗ്രൂപ്പായിട്ട് എടുത്താലുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇൻഡിവിജ്വൽ വേവ് മാത്രമായിട്ട് എടുത്താൽ -∞ ടു +∞ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ വേവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ പറ്റി നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നോ
ലെറ്റ് us ഓൾസോ ഇൻട്രൊഡ്യൂസ്, നമ്മളിപ്പോൾ ആദ്യമേ ഒരു വെലോസിറ്റി പറഞ്ഞിരുന്നു, ഫേസ് വെലോസിറ്റി. ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതേസമയം നമ്മളിനി മറ്റൊരു വെലോസിറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതാണ് ഗ്രൂപ്പ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേവ് ഗ്രൂപ്പിൻ്റെ വെലോസിറ്റിയാണ്. അതായത് ഈ വേവ് പാക്കറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എന്തിനാണ് നമ്മൾ ഈ വേവ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, നമുക്കൊരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ വേവ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ വേവായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുറേ ഇൻഡിവിജ്വൽ വേവുകൾ സൂപ്പർപോസ് ചെയ്ത് വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നു. നമ്മൾ ഇതിനെ വേവ് പാക്കറ്റായിട്ട് എടുക്കുന്നു. ഇനി ഈ വേവ് പാക്കറ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ ഈ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റിയാണ് എന്ത്, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഈ വേവ് പാക്കറ്റ് മൂവ് ചെയ്യുന്നത് ഏത് വെലോസിറ്റിയിലാണോ അതേ വെലോസിറ്റിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. സോ ലെറ്റ് us ഓൾസോ ഇൻട്രൊഡ്യൂസ് അനദർ ടേം കോൾഡ് ദ ഗ്രൂപ്പ് വെലോസിറ്റി വിച്ച് ഇസ് ദ വെലോസിറ്റി ഓഫ് എ വേവ് ഗ്രൂപ്പ്. ഈ വേവ് ഗ്രൂപ്പിൻ്റെ വെലോസിറ്റി ടു ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഗ്രൂപ്പ് വെലോസിറ്റി. നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഫേസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചേ, ഫേസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് ഈ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ ആദ്യത്തെ വേവ് എടുത്തത് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. അപ്പോൾ ഇതിൽ ഈ ഒമേഗ ബൈ കെ എന്ന് പറയുന്നതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞിരുന്നു. ഇത് ശരിക്കും ഒമേഗ ബൈ കെ എന്ന് കിട്ടുന്നത് ഇങ്ങനെയാണ്, എ സൈൻ നമ്മൾ ഇതിനകത്ത് നിന്ന് ഈ കെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നു. കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ് മൈനസ് ഒമേഗ ബൈ കെ ഇൻറ്റു ടി എന്ന് കിട്ടും അല്ലേ, ഒമേഗ ബൈ കെ ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, പൊസിഷൻ, അതൊരു ഡിസ്റ്റൻസാണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ ബൈ കെ ഇൻറ്റു ടി, അപ്പോൾ ഈ എക്സിൻ്റെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ഒമേഗ ബൈ കെ ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ. ടി ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ ബൈ കെ എന്തായിരിക്കണം, വെലോസിറ്റി ആയിരിക്കണം. അങ്ങനെയാണ് നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണെന്ന് അവിടെ കിട്ടുക. ഇതേ രീതിയിൽ ഇവിടെ ഈ സൂപ്പർപോസ് ചെയ്ത് ഫോം ചെയ്ത വേവ് ഗ്രൂപ്പിനകത്ത് വന്ന അഡീഷണൽ ടേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മോഡുലേറ്റിംഗ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇതായിരുന്നു, കോസ് ഓഫ് ദിസ് എക്സ് ഡി കെ മൈനസ് ടി ഡി ഒമേഗ ബൈ 2 എന്ന് പറയുന്ന ടേമാണ് അഡീഷണലായിട്ട് വന്നത്. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, കോസ് ഓഫ്, ഓക്കെ, ഞാൻ ഈ രണ്ട് ടേമിൽ നിന്നും ഒരു ഡി കെ ബൈ 2നെ പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ ഞാൻ കെയെ പുറത്തേക്ക് എടുത്ത പോലെ ഇവിടെ ഡി കെ ബൈ 2നെ പുറത്തേക്ക് എടുക്കുന്നു. ഡി കെ ബൈ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ആദ്യത്തെ ടേം എക്സ് വരും, മൈനസ് രണ്ടാമത്തെ ടേം ശരിക്കും ടി ഡി ഒമേഗ ബൈ 2 ആണ്. 2 പുറത്തേക്ക് എടുത്തു, അതുപോലെ ഡി കെയും പുറത്തേക്ക് എടുത്തു. ഡി കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ടി ഉണ്ട്, പിന്നെ ഡി കെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഡി കെ ഇല്ലായിരുന്നു. സോ ഡിനോമിനേറ്ററിൽ ഒരു ഡി കെ കൂടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേമിനെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ഡിസ്റ്റൻസാണ്, ഇത് ടൈമാണ്. ഇത് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഡയമെൻഷൻ ഡിസ്റ്റൻസിൻ്റെ ആയിരിക്കണം. സോ ഇത് ടി ആണെങ്കിൽ ഇതെന്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം, ഇത് വെലോസിറ്റിയുടെ ഡയമെൻഷനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി കെ ആണെന്ന് കിട്ടി. ആ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പറഞ്ഞ ഗ്രൂപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് വിളിക്കുക. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദിസ് ഗ്രൂപ്പ് വെലോസിറ്റി വി ജി ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി കെ ആണെന്ന് വിളിക്കാം. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ വേവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റിയാണ്. അത് തന്നെയാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ദ എൻവലപ്പ് ഓഫ് ദ വേവ് പാക്കറ്റ് എന്ന് വെച്ചാൽ ഈ കവർ കാണുന്നത് എൻവലപ്പ് ഓഫ് ദ വേവ് പാക്കറ്റ് മൂവ്സ് വിത്ത് ഗ്രൂപ്പ് വെലോസിറ്റി വൈൽ വിത്തിൻ ദ എൻവലപ്പ്. ഈ എൻവലപ്പിൻ്റെ ഉള്ളിൽ എന്താണ്, കുറേ വേവുകൾ സൂപ്പർപോസ് ചെയ്തിട്ടാണ്. നമ്മളിവിടെ രണ്ടെണ്ണമാണ് എടുത്തത്, രണ്ടോ അതിൽ കൂടുതൽ വേവുകൾ സൂപ്പർപോസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവുകൾ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക, പല വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. ആ ഇൻഡിവിജ്വൽ വേവ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുക. പക്ഷേ ഈ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുക. സോ വെൻ എ പാർട്ടിക്കിൾ ഈസ് ലോക്കലൈസ്ഡ് ടു എ സർട്ടൻ റീജിയൻ ഓഫ് സ്പേസ് ഡെൽറ്റ എക്സ്. ഇപ്പം ഞാനിവിടെ ഒരു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സ്പേസിൽ ലോക്കലൈസ് ചെയ്തിരിക്കുന്നു. വെൻ എ പാർട്ടിക്കിൾ ഈസ് ലോക്കലൈസ്ഡ് ടു എ സർട്ടൻ സ്പേസ് ഡെൽറ്റ എക്സ് സോ ദാറ്റ് ദ വേവ് പാക്കറ്റ് ഈസ് ഫോംഡ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് വേവ്സ് ഓഫ് ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ്, ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, പല വേവ് ലെങ്തുള്ള, പല ആംഗുലാർ ഫ്രീക്വൻസിയുള്ള, പല ആംപ്ലിറ്റ്യൂഡിലുള്ള വേവുകൾ സൂപ്പർപോസ് ചെയ്ത് ഫോം ചെയ്യുന്നു. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് പാക്കറ്റ് റെഡ്യൂസസ് ഔട്ട്സൈഡ് ദ റീജിയൻ ഓഫ് ലോക്കലൈസേഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, പാർട്ടിക്കിൾ നമ്മൾ ലോക്കലൈസ് ചെയ്തിരിക്കുന്നത് ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന റീജിയനിലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ റീജിയണിലുള്ള പാക്കറ്റിന് ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും, ഇതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആംപ്ലിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത് ഈ പാർട്ടിക്കിളിനെ കാണാൻ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഏരിയ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് വരും, ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ വേവ് പാക്കറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിട്ട് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഈ റീജിയനിലാണ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് പോകുന്നതോറും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾ ലോക്കലൈസ് ചെയ്തിരിക്കുന്ന റീജിയനിലാണ്
ഈ തരത്തിൽ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുക. അതിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഫൈനലി ഇത് ഡീക്കേ ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ പിന്നീട് വേവ് ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നോ, അപ്പോൾ നമ്മൾ ഫേസ് വെലോസിറ്റിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് വെലോസിറ്റിയും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ചെറിയ കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ലെറ്റ് us now illustrate two extreme situations related to the formulation of a wave packet. നമ്മളൊരു വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്ന 2 എക്സ്ട്രീം സിറ്റുവേഷൻസ് പറയുകയാണ്. സപ്പോസ് ദാറ്റ് വി ഹാവ് ആൻ എൻറ്റിറ്റി ഓഫ് പ്രിസൈസ്ലി നോൺ മൊമെൻറ്റം. നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ കൃത്യമായിട്ടുള്ള മൊമെൻറ്റം നമുക്കറിയാം, മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ദ കേസ് ഈസ് ദാറ്റ് ഓഫ് എ പ്യുവർ ഹാർമോണിക് വേവ് ഓഫ് കംപ്ലീറ്റ്ലി നോൺ മൊമെൻറ്റം. അപ്പം മൊമെൻറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വേവ് വെക്ടറുമായിട്ട് P = h⁻ k എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം h⁻ എന്ന് പറഞ്ഞാൽ h/2π ആണ്, k എന്ന് പറയുന്നത് 2π/λ ആണ്. അപ്പോൾ ഇത് ശരിക്കും h/λ എന്ന് വരും. അപ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ വെച്ചിട്ട് മൊമെൻറ്റം പറയുന്നത് എങ്ങനെ, P = h/λ അല്ലേ. അപ്പോൾ എനിക്ക് P-യെ h⁻k എന്ന് എഴുതാം ഇൻ ടേംസ് ഓഫ് വേവ് വെക്ടർ. അപ്പോൾ ആ അർത്ഥത്തിലാണ് അത്. നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ k വാല്യൂ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അതായത് അതിൻ്റെ വേവ് വെക്ടറിന് ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേവ് വെക്ടറിന് കെയ്ക്ക് ഒരു സിംഗിൾ വാല്യൂ ഉള്ളെങ്കിൽ പിക്ക് സിംഗിൾ വാല്യൂ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാമെന്നർത്ഥം. സോ സപ്പോസ് ദാറ്റ് വി ഹാവ് ആൻ എൻറ്റിറ്റി ഓഫ് പ്രിസൈസ്ലി നോൺ മൊമെൻറ്റം. ദ കേസ് ഇസ് ദാറ്റ് ഓഫ് എ പ്യുവർ ഹാർമോണിക് വേവ് ഓഫ് കംപ്ലീറ്റ്ലി നോൺ മൊമെൻറ്റം. എന്ന് വെച്ചാൽ സിംഗിൾ വാല്യൂ ഓഫ് കെ ഉള്ളൂ, എക്സ്റ്റെൻഡിങ് ഫ്രം -∞ ടു +∞, വിച്ച് ഇസ് കോൾഡ് എ പ്ലെയിൻ വേവ്. അതായത് നിങ്ങൾക്കൊരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മളൊരു അതിനെ ഒരു വേവായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ വേവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാമെങ്കിൽ പ്രശ്നം എന്താണ്, അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതിൻ്റെ പൊസിഷനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം മൊമെൻറ്റം ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന കേസിൽ പൊസിഷൻ നമുക്കൊന്നും അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളെ സംബന്ധിച്ച് ഇതിൻ്റെ പൊസിഷനെ പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. സോ നമുക്കിതിനെ -∞ മുതൽ +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിംഗിൾ വേവായിട്ട് റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ കെ കൃത്യം അറിയാം, കെ കൃത്യം അറിയാമെന്ന് പറഞ്ഞാൽ പി കൃത്യം അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ പറ്റി നമുക്കൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ Δx എന്ന് പറയുന്നത് ഈ കേസിൽ ഇൻഫിനിറ്റി ആയിരിക്കും എന്നർത്ഥം. നോ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ബട്ട് ഈഫ് ദ കേസ് ഈസ് ദാറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് പ്രിസൈസ്ലി നോൺ പൊസിഷൻ. നിങ്ങൾക്ക് പൊസിഷൻ കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുക. ദ കറസ്പോണ്ടിങ് വേവ് പാക്കറ്റ് വിൽ ബി ഫോംഡ് ഓഫ് വേവ്സ് ഓഫ് ഓൾ വേവ് വെക്ടേഴ്സ് റേഞ്ചിങ് ഫ്രം -∞ ടു +∞. പൊസിഷൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇങ്ങനെയുള്ളൊരു വേവായിട്ട് എടുക്കാൻ പറ്റില്ല, മറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു വേവ് പാക്കറ്റായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു വേവ് പാക്കറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ വേവ് പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ പൊസിഷൻ കൃത്യമായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഇതിനേക്കാളൊക്കെ ലോക്കലൈസ്ഡ് ആയിരിക്കും. ഇത് വളരെ ചെറിയൊരു റീജിയണിൽ ഈ പാക്കറ്റ് ലോക്കലൈസ്ഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പൊസിഷൻ കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിൻ്റെ മൊമെൻറ്റത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല. മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കെയ്ക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ടാവും. കെയ്ക്ക് സിംഗിൾ വാല്യൂ ഉള്ളപ്പോൾ മൊമെൻറ്റം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം മൊമെൻറ്റത്തിൻ്റെ അൺസർട്ടനിറ്റി ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ കെയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ കെയുടെ വാല്യൂ -∞ മുതൽ +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ കെ വാല്യൂസുമുള്ള വേവുകൾ സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ ലോക്കലൈസ്ഡ് ആയിട്ട്, വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു വേവ് കിട്ടത്തുള്ളൂ. ഈ വേവ് പാക്കറ്റിൻ്റെ സൈസ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നൗ, and will be of infinite extension. In terms of the de Broglie relation, this means that momentum of the particle is completely unknown. Position കൃത്യമായിട്ട് അറിയാമെങ്കിൽ momentum completely unknown ആയിരിക്കും. An important conclusion that can be drawn from the above discussion is that there exists an inverse relation between the accuracies with which the position and the momentum of a physical entity can be specified simultaneously. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മൊമെൻറ്റവും പൊസിഷനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ്, ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡി ബ്രോയി വേവ്സ് എന്നുള്ളതാണ്. ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡി ബ്രോയി വേവ്സ്, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഈ പറഞ്ഞ ഗ്രൂപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ഫേസ് വെലോസിറ്റി എന്നുള്ള രീതിയിലും പറയാം. ഇനി ഇവിടെ കൺസിഡർ എ ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ. ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ചെറിയ റീജിയണിൽ ലോക്കലൈസ്ഡ് ആയിരിക്കും.
ഓക്കെ, അതായത് ഈ ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളല്ല, മറിച്ച് അത് എവിടെയാണെന്ന് നമുക്കറിയാം. മുമ്പേ നമ്മൾ ഡെൽറ്റ എക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിരിക്കും ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. അത്തരത്തിലുള്ള പാർട്ടിക്കിളാണ് നമ്മൾ ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുക. റെപ്രസെൻറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഡി ബ്രോയി വേവ്സ്. പാർട്ടിക്കിൾ ലോക്കലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാർട്ടിക്കിൾ ലോക്കലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. പൊസിഷനെ പറ്റി നമുക്ക് ഒരു പ്രിസൈസ് ആയിട്ട് നമുക്ക് പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. പൊസിഷനെ പറ്റി നന്നായി അറിയാമെങ്കിൽ മൊമെൻറ്റത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ വേവ് വെക്ടറുകൾ അതിലെന്തുണ്ടാവും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേവ് വെക്ടേഴ്സ് ഉണ്ടാവും. ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് വെലോസിറ്റി ഒക്കെ എന്താണെന്ന് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫോർ ഈച്ച് കമ്പോണൻറ്റ് വേവ് നമ്മൾ പറഞ്ഞു, കുറേ വേവുകൾ സൂപ്പർപോസ് ചെയ്തിട്ടാണല്ലോ വേവ് പാക്കറ്റ് ഉണ്ടാകുന്നത്. സോ ഫോർ ഈച്ച് കമ്പോണൻറ്റ് വേവ് ദി എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ബൈ, നമുക്കറിയാം ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള ബന്ധം എന്താണ്, E = h nu ആണ്. E = h nu. അങ്ങനെയാണെങ്കിൽ h nu എന്നുള്ളതിന് നമുക്ക് h ക്രോസ് ഒമേഗ എന്ന് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ E = h nu അല്ലെങ്കിൽ E = h ക്രോസ് ഒമേഗ. നൗ ഓൾസോ ദ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഡി ബ്രോയി വേവ് ലെങ്ത്. മൊമെൻറ്റവും ഡി ബ്രോയി വേവ് ലെങ്ത് തമ്മിലുള്ള ബന്ധം P = h/λ ആണ്, അല്ലെങ്കിൽ P = h/k ആണ്. അത് ഞാൻ മുമ്പേ കാണിച്ചാണ്, h/h/2π, k 2π/λ. സോ ഇത് h/λ എന്ന് വരും. അപ്പോൾ മൊമെൻറ്റം h/k, എനർജി h/ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് വെലോസിറ്റി Vg എന്ന് പറയുന്നത് d⍵/dk ആണ്. d⍵/dk എന്നുള്ളതിനെ d⍵/de ഇൻറ്റു de/dp ഇൻറ്റു dp/dk എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഇവിടുത്തെ de, ഈ ഡിയും ക്യാൻസലായി, ഈ dpയും ഈ dpയും ക്യാൻസലായാൽ ഇത് ശരിക്കും d⍵/dk തന്നെയാണ്. അപ്പം നമ്മൾ ഈ d⍵/dkയെ d⍵/de ഇൻറ്റു de/dp ഇൻറ്റു dp/dk എന്ന് എഴുതുന്നത്. എഫക്റ്റീവ്ലി ഇത് d⍵/dk തന്നെയാണ്. ഇങ്ങനെ എഴുതിയാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ d⍵/de എന്ത് കിട്ടും നമുക്കറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാനത് എഴുതി കാണിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് d⍵/dk ആണെന്ന് പറഞ്ഞു. d⍵/dk നമ്മളിപ്പോൾ എങ്ങനെ എഴുതിയേ, d⍵/de ഇൻറ്റു de/dp ഇൻറ്റു dp/dk എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ d⍵/de ആണ്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ E = h ക്രോസ് ഒമേഗ ആണെന്ന് അറിയാം. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എന്താണ്, E/h ക്രോസ് ആണ്. ഓക്കെ, ഇത് ഒമേഗ എന്ന് പറഞ്ഞാൽ E/h ക്രോസ് ആണ്. സോ താഴെ de ആണുള്ളത്, ഇൻറ്റു ഇവിടെ de/dp ഉണ്ട്, ഇൻറ്റു dp/dk എന്ന് വെച്ചാൽ d/dk ഓഫ് P എന്ന് പറയുന്നത് എന്താണ്, h ക്രോസ് k ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് d ഓഫ് E/h ക്രോസ്, അതിൽ ആ 1/h ക്രോസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ ആ 1/h ക്രോസിനെ പുറത്തേക്ക് എടുക്കുന്നു. സോ 1/h ക്രോസ് ഇൻറ്റു പിന്നെ ഇവിടെയുള്ളത് എന്താണ്, de/de. de/de എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, നൗ പിന്നെ ഇവിടെ ഒരു de/dp ഉണ്ട്. ദെൻ d/dk ഓഫ് h ക്രോസ് k എന്ന് പറഞ്ഞാൽ h ക്രോസിനെ പുറത്തേക്ക് എടുത്തു, പിന്നെ ഇവിടെ dk/dk എന്ന് വരും. അപ്പോൾ ഈ de/de 1 വന്നു, dk/dk 1 വന്നു, ഈ h ക്രോസും ഈ h ക്രോസും കൂടെ ക്യാൻസലായി, ബാക്കിയുള്ളത് de/dp ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ de/dp ആണെന്ന് കിട്ടി. ഓക്കെ, സോ അത് ആ സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് എഴുതി നോക്കുക. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉള്ളത്, ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. Vg എന്ന് പറയുന്നത് d⍵/dk ആണല്ലോ. ഓക്കെ, എന്ന് വെച്ചാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ E/h ക്രോസ് ആണ്. സോ എനിക്ക് ഇതിനെ E/h ക്രോസ് എന്നും k എനിക്ക് P/h ക്രോസ് എന്നും എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ രണ്ടിടത്തും 1/h ക്രോസ്, അതായത് മേളിൽ ഒരു 1/h ക്രോസ് ഇൻറ്റു de ഇവിടെ 1/h ക്രോസ് ഇൻറ്റു dp എന്ന് എഴുതാം. സോ de/dp എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഈ രീതിയിൽ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പ് തന്നെയാണ്. സോ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നോക്കി ഇത് മനസ്സിലാക്കുക. ഓക്കെ, അത് സിമ്പിളാണ്. നൗ അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് കിട്ടി. ഗ്രൂപ്പ് വെലോസിറ്റി Vg, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് d⍵/dk ആണ്, അത് ഈക്വൽ ടു നമ്മൾ de/dp ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഗ്രൂപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ
ഗ്രൂപ്പ് വെലോസിറ്റി DE/dP ആണെങ്കിൽ നിങ്ങൾ നോക്കുക, ഗ്രൂപ്പ് വെലോസിറ്റി DE/dP ആണ് ഫോർ എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ. ഇനി നമ്മൾ രണ്ട് കേസാണ് പറയുന്നത്, ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളും അതുപോലെ ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളും. സാധാരണ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ കേസിൽ എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p²/2m ആണെന്ന് നമുക്കറിയാമല്ലോ. കൈനറ്റിക് എനർജി p²/2m ആണ് ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ ഈ DE/dPയിൽ ഈ എനർജിക്ക് പകരം ഞാൻ p²/2m എന്ന് കൊടുക്കുന്നു. അപ്പോൾ D/dP ഓഫ് p²/2m എന്ന് വരും. അപ്പോൾ 1/2m പുറത്തേക്ക് എടുക്കാൻ D/dP ഓഫ് p² എന്ന് പറഞ്ഞാൽ 2p എന്ന് വരും. അപ്പോൾ എന്ത് വരും? 2p / 2m എന്ന് വരും. 2ഉം 2ഉം ക്യാൻസലായ p/m എന്ന് വരും. p/m എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. കാരണം p = mv അല്ലേ, p = mv ആണ്. സോ നമുക്ക് p/m എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്ന് അറിയാം. അപ്പോൾ നമുക്കിവിടെ ഇതെന്ത് കിട്ടി? DE/dP എന്ന് പറയുന്നത് ഈക്വൽ ടു വെലോസിറ്റി ആണെന്ന് കിട്ടി. DE/dP എന്ന് പറയുന്നത് ഗ്രൂപ്പ് വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തന്നെയാണ്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, സോ നമുക്കിവിടെ അത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തന്നെയാണെന്ന് കിട്ടും. ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റിയാണ്. ആ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് പാർട്ടിക്കിൾ വെലോസിറ്റി തന്നെയാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു പാർട്ടിക്കിൾ വെലോസിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. അതിലെ എനർജിക്ക് ഫോർ എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ എനർജി എന്ന് പറയുന്നത് p²/2m ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഈക്വൽ ടു v ആണെന്ന് തെളിയിക്കുക. സോ ഗ്രൂപ്പ് വെലോസിറ്റി സെയിം ആസ് ദാറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് കിട്ടും. നോ അടുത്തത് ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളാണ്. ക്ലാസിക്കൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പാർട്ടിക്കിൾ ഓർഡിനറി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഒരു സാധാരണ ക്ലാസിക്കൽ പാർട്ടിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അറ്റ് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി. അങ്ങനെ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് p²/2m എന്ന് എടുക്കാൻ പറ്റില്ല. മറിച്ച് എനർജി എന്ന് പറഞ്ഞാൽ E = mc² ആയിരിക്കും. അല്ലെങ്കിൽ E² ഈ റിലേഷൻ നമുക്കറിയാം. മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എഴുതേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ റിലേഷൻ എടുക്കുന്നത്. E² = p²c² + m02 c⁴ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു p ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു p ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? E² വിത്ത് റെസ്പെക്ട് ടു p ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ E² 2e ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു p ആയതുകൊണ്ട് ഒരു DE/dP. സോ 2e ഇൻറ്റു DE/dP ഈക്വൽ ടു p²c² വിത്ത് റെസ്പെക്ട് ടു p ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പം p² ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2p ഇൻറ്റു c². ഈ ടേമിൽ മൊമെൻറ്റം ഇല്ല. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 ആയി പോകും. അപ്പോൾ 2e ഇൻറ്റു DE/dP ഈക്വൽ ടു 2pc² എന്ന് വരും. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആവും. സോ DE/dP എന്ന് പറയുന്നത് pc² / e എന്ന് കിട്ടും. ഇനി നമുക്കറിയാം മൊമെൻറ്റം, റിലേറ്റിവിസ്റ്റിക് കേസിലെ മൊമെൻറ്റം എന്ന് പറയുന്നത് m ഇൻറ്റു v ആണ്. വേറെ m എന്ന് പറയുന്നത് നമുക്കറിയാം ഈ m0 റെസ്റ്റ് മാസാണ്. ഈ m എന്ന് പറയുന്നത് പക്ഷേ m0 / √1 - v² / c² ആണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മളിതിനെ m എന്ന് എടുക്കുന്നു. m0 എന്നല്ല m എന്ന് എടുക്കുന്നു. സോ p = mv. E എന്ന് പറയുന്നത് = mc². സോ എമ്മും എമ്മും ക്യാൻസലാവും, c²ഉം ക്യാൻസലാവും. ബാക്കി ഇവിടെ v മാത്രം വരും. അപ്പോൾ DE/dP v നീട്ടി. എന്താ DE/dP? അതാണ് dω/dk, അതാണ് ഗ്രൂപ്പ് വെലോസിറ്റി. സോ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് എന്താണെന്ന് കിട്ടി? പാർട്ടിക്കിൾ വെലോസിറ്റി ആണെന്ന് കിട്ടി. സോ ദ ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് എ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് Vg = dω/dk = DE/dP എന്താണെന്ന് കിട്ടി? പാർട്ടിക്കിൾ വെലോസിറ്റി തന്നെയാണ് നീട്ടി. അപ്പോൾ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിലും ശരി, ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണെങ്കിലും ശരി, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ വെലോസിറ്റിയാണ്. നോ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പറയാം: ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ വേവ് പാക്കറ്റ് മൂവ്സ് ഈസ് കോൾഡ് ഗ്രൂപ്പ് വെലോസിറ്റി. വേവ് പാക്കറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നു. ദ വെലോസിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ വേവ്സ് ഇൻ ദ വേവ് പാക്കറ്റ് ഈസ് നോൺ ആസ് ഫേസ് വെലോസിറ്റി. ഒരു വേവ് പാക്കറ്റിലുള്ള ഇൻഡിവിജ്വൽ വേവുകളുടെ വെലോസിറ്റിയെ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നു. ഫേസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ω/k ആണ്. Vp = ω/k. ഗ്രൂപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ dω/dk ആണ്. അപ്പോൾ ഫേസ് വെലോസിറ്റി ω/k ആണെങ്കിൽ ഒമേഗയ്ക്ക് പകരം E/h എന്നും കെയ്ക്ക് പകരം p/h എന്നും കൊടുക്കാം. അപ്പോൾ h എല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ E/p എന്ന് വരും. അപ്പോൾ നമുക്കറിയാം E എന്ന് പറയുന്നത് mc² ആണ്, p എന്ന് പറയുന്നത് m ഇൻറ്റു v ആണ്. ഇത് റിലേറ്റിവിസ്റ്റിക് കേസിലാണ് E mc²ഉം p m ഇൻറ്റു v ആവുക. സോ ദിസ് ഈസ് ഈക്വൽ ടു c²/v എന്ന് വരും. ഓക്കെ, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ വെലോസിറ്റി തന്നെയാണെന്ന് അറിയാം. അപ്പോൾ Vp എന്ന് പറയുന്നത് c²/v യും Vg എന്ന് പറയുന്നത് v യും ആണെങ്കിൽ Vp ഇൻറ്റു Vg = c² എന്ന് കിട്ടും. സോ Vpയും Vgയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ് Vp ഇൻറ്റു Vg = c² എന്നുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലമാണ് അടുത്തുള്ളത്. സർട്ടൻ ഓഷ്യൻ വേവ്സ്
ocean waves travel with a phase velocity is equal to root of g lambda by 2 pi, where g is the acceleration due to gravity. What is the group velocity of a wave packet of these waves? അപ്പം ഫേസ് വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, റൂട്ട് ഓഫ് ജി ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്കിതിനെ ഫേസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഒമേഗ ബൈ കെ, അതുപോലെ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡി ഒമേഗ ബൈ ഡി കെ എന്ന് വെച്ചാൽ വേവ് വെക്ടറിൻ്റെ ടേംസിലാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ വേവ് ലെങ്തിൻ്റെ ടേംസിലാണ്. അതിനെ നമുക്ക് വേവ് വെക്ടറിലേക്ക് മാറ്റണം. അതിനായിട്ട് കെ എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ലാംഡ എന്ന് കെ ഈസിക്വൽ ടു 2 പൈ ബൈ ലാംഡയാണ്. അതായത് ഇവിടെ ഈ എക്സ്പ്രഷൻ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജി ഇൻറ്റു ലാംഡ ബൈ 2 പൈ. ലാംഡ ബൈ 2 പൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ബൈ കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് റൂട്ട് ഓഫ് ജി ബൈ കെ എന്ന് എഴുതാം. ഓക്കെ, വി പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ കെ എന്ന് എഴുതാം. ഇനി നമുക്കൊരു എക്സ്പ്രഷൻ അറിയാം, വി പി ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ബൈ കെ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ വി പി റൂട്ട് ഓഫ് ജി ബൈ കെ എന്ന് കിട്ടി. ഇതിനെ എനിക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? ഒമേഗ ബൈ കെയോട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒമേഗ ബൈ കെയോട് ഇക്വേറ്റ് ചെയ്താൽ അപ്പോൾ നമുക്കിവിടെ ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ കെ എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് ഒമേഗ എന്ന് പറയുന്നത് കെ ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ കെ എന്ന് വരും, അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ജി കെ എന്ന് വരും. ഓക്കെ, സോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ജി കെ. ഇനി ഒമേഗ ഈക്വൽ ടു റൂട്ട് ജി കെ ആണെങ്കിൽ നമ്മളോട് ഗ്രൂപ്പ് വെലോസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡി ഒമേഗ ബൈ ഡി കെ ആണെന്നറിയാം. സോ ദിസ് ഇസ് ഡി ബൈ ഡി കെ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ജി കെ എന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് ജി ഇൻറ്റു റൂട്ട് കെയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 1/2 റൂട്ട് കെ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ കെ എന്ന് കിട്ടും. ഇതാണ് ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതനുസരിച്ച് ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണെന്ന് കിട്ടിയിരുന്നു? റൂട്ട് ജി ബൈ കെ ആണെന്ന് കിട്ടിയിരുന്നു. ഗ്രൂപ്പ് വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു റൂട്ട് ജി ബൈ കെ ആണെന്നാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് ഫേസ് വെലോസിറ്റി ആണെന്ന് കിട്ടിയത്. ഇത് എല്ലായിടത്തും അല്ല, ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ മാത്രമാണ് വി ജി ഈക്വൽ ടു 1/2 എന്ന് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ കേസിൽ ഗ്രൂപ്പ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് കിട്ടി. ഇതാണ് ഈ പ്രോബ്ലം. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സർട്ടൻ സർഫസ് വേവ്സ് ഇൻ എ ഫ്ലൂയിഡ് ട്രാവൽ വിത്ത് ഫേസ് വെലോസിറ്റി റൂട്ട് ബി ബൈ ലാംഡ. ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്, റൂട്ട് ബി ബൈ ലാംഡയാണ് ഫേസ് വെലോസിറ്റി. ഫൈൻഡ് ദ ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് എ പാക്കറ്റ് ഓഫ് സർഫസ് വേവ്സ് ഇൻ ടേംസ് ഓഫ് ഫേസ് വെലോസിറ്റി. അപ്പോൾ നമ്മളോട് ഗ്രൂപ്പ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഫേസ് വെലോസിറ്റി കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഫേസ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് വി പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ ലാംഡയാണ്. നമ്മൾ വീണ്ടും ഇതിനെ വേവ് വെക്ടറിൻ്റെ ടേംസിലേക്ക് മാറ്റുന്നു. നമുക്ക് കെ എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 1 ബൈ ലാംഡ എന്ന് പറയുന്നത് കെ ബൈ 2 പൈ ആണ്. 1 ബൈ ലാംഡ കെ ബൈ 2 പൈ ആണ്. സോ ഇതിനെ എനിക്ക് റൂട്ട് ഓഫ് ബി ഇൻറ്റു 1 ബൈ ലാംഡ കെ ബൈ 2 പൈ. സോ ദിസ് ഈസ് റൂട്ട് ബി കെ ബൈ 2 പൈ എന്ന് വരും. ഓക്കെ, റൂട്ട് ബി കെ ബൈ 2 പൈ. ഇനി നമുക്കറിയാം ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫേസ് വെലോസിറ്റി ഈസ് ഒമേഗ ബൈ കെ ആണല്ലോ. സോ ഇതിനെ എനിക്ക് ഒമേഗ ബൈ കെയോട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ബി കെ ബൈ 2 പൈ എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് ഒമേഗ എന്ന് പറയുന്നത് കെ ഇൻറ്റു റൂട്ട് ബി കെ ബൈ 2 പൈ എന്ന് വെച്ചാൽ ഞാൻ ഈ കെയെ റൂട്ടിനുള്ളിലേക്ക് എടുത്താൽ കെ സ്ക്വയർ ആയിട്ടാണ് പോവുക. സോ അകത്ത് ഓൾറെഡി ഒരു കെ ഉണ്ട്. സോ ദിസ് ഈസ് ബി കെ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 പൈ എന്ന് വരും. അപ്പോൾ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബി കെ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 പൈ. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി കെ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു കെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ റൂട്ട് ബി ബൈ 2 പൈ ഇൻറ്റു ഡി ബൈ ഡി കെ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് കെ ക്യൂബ്, അതായത് കെ റൈസ് ടു 3/2 ആണ്. അപ്പോൾ ഇത് റൂട്ട് ഓഫ് ബി ബൈ 2 പൈ കെ റൈസ് ടു 3/2 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3/2 ഇൻറ്റു കെ റൈസ് ടു 1/2, അതായത് 3/2 റൂട്ട് കെ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഇതിന് എനിക്ക് 3/2 ഇൻറ്റു റൂട്ട് ഓഫ് ബി കെ ബൈ 2 പൈ എന്ന് വരും. ഇതാണ് നമ്മുടെ വി ജി. ഇനി നിങ്ങൾ വി പി എം വി ജിയും കൂടെ നോക്കുക. നമ്മൾ വി പി എന്ന് പറയുന്നത് എന്തായിരുന്നു? റൂട്ട് ഓഫ് ബി കെ ബൈ 2 പൈ ആയിരുന്നു. വി ജി നമുക്കിപ്പോൾ കിട്ടിയത് 3/2 ഇൻറ്റു റൂട്ട് ഓഫ് ബി കെ ബൈ 2 പൈ എന്നാണ്.
അപ്പോൾ നമുക്കിവിടെ വി ജി എന്ന് പറയുന്നത് 3/2 ടൈംസ് വി പി ആണെന്ന് പറയാം. ഈ ക്വസ്റ്റ്യന് മുമ്പേ 1/2 വി പി ആയിരുന്നു, ഈ ക്വസ്റ്റ്യനിൽ അത് 3/2 വി പി ആണ്. സോ ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. നൗ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി ആർ റിലേറ്റഡ് ബൈ വി ഗ്രൂപ്പ് വി ജി ഈക്വൽ ടു വി പി മൈനസ് ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡയാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് വി ജി ഈക്വൽ ടു വി പി മൈനസ് ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ നോക്കാം. ഇത് നിങ്ങളുടെ കെന്നത്ത് സ്ക്രീനിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നത്, നമുക്ക് വി ജി ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ വി ജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡി ഒമേഗ ബൈ ഡി കെ ആണെന്നറിയാം. പക്ഷേ ഇവിടെ ഈ എക്സ്പ്രഷൻ വേവ് ലെങ്തിൻ്റെ ടേംസിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്തിലേക്ക് മാറ്റണം? വേവ് ലെങ്തിൻ്റെ ടേംസിലേക്ക് മാറ്റണം. ഓക്കെ, അതുപോലെ തന്നെ വി ജിയെ നമുക്ക് ഫേസ് വെലോസിറ്റിയും കൂടി ഈ എക്സ്പ്രഷനകത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു: ഡി ബൈ ഡി കെ ഓഫ് ഒമേഗ. നമുക്ക് ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണെന്നറിയാം. അപ്പോൾ ഈ ഒമേഗയെ ഫേസ് വെലോസിറ്റിയുടെ ടേംസിൽ വി പി ഇൻറ്റു കെ എന്ന് എഴുതും. അപ്പം ഞാനിവിടെ ഈ ഒമേഗയ്ക്ക് പകരം വി പി ഇൻറ്റു കെ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡി ബൈ ഡി കെ പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ടൈം വി പി ഇൻറ്റു ഡി ബൈ ഡി കെ ഓഫ് കെ 1 പ്ലസ് കെ ഇൻറ്റു ഡി ബൈ ഡി കെ ഓഫ് വി പി എന്ന് വെച്ചാൽ ഡി വി പി ബൈ ഡി കെ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വി ജി ഈക്വൽ ടു വി പി പ്ലസ് കെ ഇൻറ്റു ഡി വി പി ബൈ ഡി കെ എന്ന് തോന്നും. ഇവിടെ നമുക്ക് വി ജി ഈക്വൽ ടു ഒരു വി പി മൈനസ് ലാംഡ ഡി വി പി ബൈ ഡി ലാംഡയാണുള്ളത്. നമുക്കിവിടെ ഡി വി പി ബൈ ഡി കെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ വേവ് ലെങ്തിൻ്റെ ടേംസിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനിവിടെ നോക്കി ഈ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇത് ഡി വി പി ബൈ ഡി ലാംഡയാണ്, ഇവിടെ നമുക്ക് ഡി വി പി ബൈ ഡി കെ ആണ്. അപ്പോൾ നമ്മളിതിനെ വേവ് ലെങ്തിലേക്ക് മാറ്റിയാൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഈ ഡി വി പി ബൈ ഡി കെ എടുക്കുന്നു. ഇതിനെ എനിക്ക് ഡി വി പി ബൈ ഡി ലാംഡ ഇൻറ്റു ഡി ലാംഡ ബൈ ഡി കെ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു ഡി വി പി ബൈ ഡി ലാംഡ ഇൻറ്റു ഡി ലാംഡ ബൈ ഡി കെയെ ഡി ബൈ ഡി കെ ഓഫ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡയാണ്. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ 2π ബൈ കെ ആണ്. സോ ഇതിന് പകരം എനിക്കിവിടെ 2π ബൈ കെ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് 2π നേരെ പുറത്തേക്ക് വരും. ഇവിടെ ഓൾറെഡി ഒരു ഡി വി പി ബൈ ഡി ലാംഡ ഉണ്ട്. ദെൻ ഡി ബൈ ഡി കെ ഓഫ് 1/k എന്ന് പറയുന്നത് -1/k² എന്ന് വരും. -1/k². ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഡി വി പി ബൈ ഡി ലാംഡ ഇൻറ്റു നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു -2π ബൈ k² എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ 2π ബൈ കെ എന്ന് പറഞ്ഞാൽ എന്താ? 2π ബൈ കെ ലാംഡയാണ്. ഇവിടെ നമുക്ക് 2π ബൈ k² ഉള്ളത്. അപ്പോൾ ഈ 2π ബൈ k² ഒരു 2π ബൈ കെക്ക് പകരം നമുക്ക് ലാംഡ എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ അപ്പം ബാക്കി ഉണ്ടാവുക ഇത് ഡി വി പി ബൈ ഡി ലാംഡ ഇൻറ്റു 2π ബൈ കെക്ക് പകരം ഞാൻ ലാംഡ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഒരെണ്ണം ലാംഡയായി, പിന്നെ താഴെ ഇത് കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ഒരു കെ ഉണ്ട്. സോ -λ/k എന്ന് വരും. അപ്പോൾ നമുക്ക് -λ/k ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ എന്ന് കിട്ടും, ഡി വി പി ബൈ ഡി കെ. അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ഡി വി പി ബൈ ഡി കെക്ക് പകരം ഞാൻ ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ എക്സ്പ്രഷൻ വി ജി ഈക്വൽ ടു വി പി പ്ലസ് ഇവിടെ കെ ഉണ്ട് ഇൻറ്റു ഡി വി പി ബൈ ഡി കെ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡി വി പി ബൈ ഡി ലാംഡ ഇൻറ്റു -λ/k എന്ന് വരും. അപ്പോൾ ഈ കെയും കൂടെ ക്യാൻസൽ ആവും. അതായത് വി ജി ഈക്വൽ ടു വി പി മൈനസ് ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ എന്ന് കിട്ടും. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വി ജി ഈക്വൽ ടു വി പി മൈനസ് ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ. അപ്പോൾ ഇത് ഫേസ് വെലോസിറ്റിയും ഗ്രൂപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബി പാർട്ട് ചോദിച്ചിരിക്കുന്ന ഇതാണ്: വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ ഗ്ലാസ്. ഓക്കെ, വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ ഗ്ലാസ് ദ ഫേസ് വെലോസിറ്റി ഓഫ് ഈച്ച് വേവ് ലെങ്ത്. അപ്പോൾ വൈറ്റ് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം വൈറ്റ് ലൈറ്റിനകത്ത് പല കമ്പോണൻസ് ഉണ്ടല്ലോ, വിബ്ജിയോർ അല്ലേ, വയലറ്റ് റെഡ് ഉണ്ട്.
അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും വേവ് ലെങ്ത് ഡിഫറൻ്റ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദ ഫേസ് വെലോസിറ്റി ഓഫ് ഈച്ച് വേവ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത്. കാരണം നമുക്കറിയാം ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഫേസ് വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്പേഴ്സീവ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഫേസ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റി വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദ ഫേസ് വെലോസിറ്റി ഓഫ് ഈച്ച് വേവ് ലെങ്ത് എന്നുള്ളതിന് പറയും ഈച്ച് വേവ് എന്ന് എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഈച്ച് വേവ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത്. സോ ദിസ് ഈസ് ദ ഒറിജിൻ ഓഫ് ഡിസ്പെർഷൻ ആൻഡ് ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ്. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പലതും പല വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്പെർഷൻ നടക്കും, അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ബ്രേക്ക് ചെയ്തതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് മാറും. ഓഫ് ഡിഫറൻറ്റ് വേവ് ലെങ്ത് ട്രാവൽ അറ്റ് ഡിഫറൻറ്റ് സ്പീഡ് ആൻഡ് ഹാവ് ഡിഫറൻറ്റ് ഇൻഡീസസ് ഓഫ് റിഫ്രാക്ഷൻ. എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പലതായിരിക്കും. സോ ഹൗ ഡസ് ഹൗ ഡസ് വി പി ഡിപ്പെൻഡ് ഓൺ ലാംഡ? ഈസ് ഡി വി പി ബൈ ഡി ലാംഡ പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ദെർഫോർ ഈസ് വി ജി ഗ്രേറ്റർ ദാൻ വി പി ഓർ ലെസ് ദാൻ വി പി? അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ എടുക്കുകയാണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എൻ എന്ന് വിളിക്കുന്നു. ഓഫ് അല്ലെങ്കിൽ ഫോർ ലൈറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ഗ്ലാസ്സിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഗ്ലാസ് ഡിക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ്. ഓക്കെ, ലാംഡ കൂടുമ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലാംഡ ഒരു ഗ്ലാസ്സിൽ കൂടി ലൈറ്റ് കടന്നു പോകുന്നു. ഗ്ലാസ്സിൽ കൂടി ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ലൈറ്റ് ഇൻ ഗ്ലാസ് ഡിക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ്. അതായത് വേവ് ലെങ്ത് കൂടുതലുള്ളതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അതായത് ഷോർട്ടർ വേവ് ലെങ്ത് കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. സോ ഷോർട്ടർ വേവ് ലെങ്ത്സ് ആർ റിഫ്രാക്റ്റഡ് മോർ ദാൻ ലോങ്ങർ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് വേവ് ലെങ്ത് കുറഞ്ഞതാണ് കൂടുതൽ എന്ത് ചെയ്യപ്പെടുക? റിഫ്രാക്റ്റ് ചെയ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് ആർ റിഫ്രാക്റ്റഡ് മോർ ദാൻ ലോങ്ങർ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഡി എൻ ബൈ ഡി ലാംഡ ഇങ്ങനെ ഒരു ടേം ഞാൻ എടുക്കുമെന്ന് വെച്ചു. ഡി എൻ ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഡി എൻ ബൈ ഡി ലാംഡ ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം ഡി എൻ ബൈ ഡി ലാംഡ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഡി എൻ ബൈ ഡി ലാംഡ ഗ്രേറ്റർ ദാൻ 0 വരണമെങ്കിൽ ലാംഡ കൂടുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് ആർ റിഫ്രാക്റ്റഡ് മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ടർ വേവ് ലെങ്ത്, അതായത് ലാംഡ കുറയുമ്പോൾ എന്നു കൂടുന്നു. ഓക്കെ, ലാംഡ കുറയുമ്പോൾ എന്നു കൂടുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഡി എൻ ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് ലെസ് ദാൻ 0 ആയിരിക്കും. അതേസമയം ലാംഡ കൂടുമ്പോൾ എന്നു കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡി എൻ ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് പോസിറ്റീവ് വരുമായിരുന്നു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 വരുമായിരുന്നു. പക്ഷേ ഈ കേസിൽ ഷോർട്ടർ വേവ് ലെങ്ത് ആർ റിഫ്രാക്റ്റഡ് മോർ. അതുകൊണ്ട് തന്നെ ഡി എൻ ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. സോ ഡി എൻ ബൈ ഡി ലാംഡ ലെസ് ദാൻ 0. ഇനി നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേവ്, നമുക്ക് ഒരു സിംഗിൾ വേവിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് n ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വി പി ആയിരിക്കും. കാരണം വി പി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവുകളുടെ ഫേസ് വെലോസിറ്റിയാണ്. സോ n ഈക്വൽ ടു സി ബൈ വി പി എന്ന് നമുക്കെടുക്കാം. n ഈക്വൽ ടു സി ബൈ വി പി ആണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഡി എൻ ബൈ ഡി ലാംഡയും അതുപോലെ ഡി വി പി ബൈ ഡി ലാംഡയും എടുത്താൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈൻ. എന്തുകൊണ്ടാണ്? കാരണം n ഈക്വൽ ടു സി ബൈ വി പി ആണ്. അതായത് വി പി കുറയുമ്പോൾ n കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് എന്നും വി പിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. n കൂടുമ്പോൾ വി പി കുറയും, അല്ലെങ്കിൽ വി പി കൂടുമ്പോൾ n കുറയും. അപ്പോൾ ഡി എൻ ബൈ ഡി ലാംഡയും ഡി വി പി ബൈ ഡി ലാംഡ എടുത്താൽ n കാണിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ബിഹേവിയറാണ് വി പി കാണിക്കുന്നത്. അപ്പോൾ ഡി എൻ ബൈ ഡി ലാംഡ കാണിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ ആയിരിക്കും ഡി വി പി ബൈ ഡി ലാംഡ കാണിക്കുക. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ഡി എൻ ബൈ ഡി ലാംഡ ലെസ് ദാൻ 0 ആണെന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ ഡി വി പി ബൈ ഡി ലാംഡ എങ്ങനെയായിരിക്കും? ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡി വി പി ബൈ ഡി ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഡി വി പി ബൈ ഡി ലാംഡയുടെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡി വി പി ബൈ ഡി ലാംഡ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി ഡി വി പി ബൈ ഡി ലാംഡ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഇനി നമ്മുടെ മുമ്പത്തെ എക്സ്പ്രഷനിലേക്ക് പോകും. ഇവിടെ ഡി വി പി ബൈ ഡി ലാംഡ ഉണ്ടല്ലോ, ഡി വി പി ബൈ ഡി ലാംഡ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളോട് വി ജി എന്ന് പറയുന്നത് വി പി മൈനസ് ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ. ഈ ഡി വി പി ബൈ ഡി ലാംഡ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ലാംഡ ഇൻറ്റു ഡി വി പി ബൈ ഡി ലാംഡ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വി പിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വി ജി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണെന്ന് പറയാം? വി പി ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോയ്സ് എന്ന് പറയുന്നത് വി ഗ്രൂപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ വി പി ആണ്. അതേസമയം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ഡി വി പി ബൈ ഡി ലാംഡ ലെസ് ദാൻ 0 കിട്ടിയിരുന്നെങ്കിൽ, ഡി വി പി ബൈ ഡി ലാംഡ നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും? ഈ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ടേം പോസിറ്റീവായി പോകും. അപ്പോൾ വി പി പ്ലസ് വരും. അങ്ങനെ വരുന്ന കേസിൽ വി ജി എന്ന് പറയുന്നത് ലെസ് ദാൻ വി പി ആയിട്ട് മാറും. പക്ഷേ ഈ കേസിൽ എന്താണ്? വി ജി ഈസ് ഗ്രേറ്റർ ദാൻ വി പി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി ഇവിടെ പറഞ്ഞ ഡി ബ്രോയ് വേവ് അല്ലെങ്കിൽ മാറ്റർ വേവിൻ്റെ കേസിലാണ്. പക്ഷേ ഇവരിവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ലൈറ്റ് ഗ്ലാസ്സിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള കാര്യമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വേവുകളുടെ വെലോസിറ്റിയാണ്. അതേപോലെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി ആണെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രോബ്ലം ഇതിനകത്ത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സപ്പോസ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ഗ്രൂപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഞാനത് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നില്ല, മറിച്ച് നമ്മൾ 2 വേവുകൾ, ഓക്കെ, 2 വേവ് ഉണ്ട്, 2 വേവ്സ്. ഇതിൽ ആദ്യത്തെ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് സപ്പോസ് 6 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ രണ്ടാമത്തെ വേവിൻ്റെ വെലോസിറ്റി, ആദ്യത്തെ വേവിൻ്റെ വെലോസിറ്റി V1 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആദ്യത്തെ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സപ്പോസ് 9 മീറ്റർ ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ഒരു വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സപ്പോസ് 4 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 11 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഈ 2 വേവുകൾ സൂപ്പർപോസ് ചെയ്ത് ഫോം ചെയ്യുന്ന വേവ് പാക്കറ്റിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ? അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി കെ ആണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കൃത്യം വാല്യൂ തന്നിട്ടുള്ള കേസാണെങ്കിൽ ഡി ഒമേഗ ബൈ ഡി കെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഒമേഗ അല്ലേ, ω1 മൈനസ് ω2 ഡിവൈഡഡ് ബൈ K1 മൈനസ് K2 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ω1 ω2 K1 K2 ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഈ ω1 എന്ന് പറയുന്നത് നമുക്കറിയാം 2π/ν1 ആണ് അല്ലേ. ഫ്രീക്വൻസി ന്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ 2π/ν1 ആണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 2π × ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ആണ്. അതായത് V1/λ1 ആയിരിക്കും. 2π × V1/λ1 ആണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 2π × V1 എത്രയാണ്? 6 ആണ്. λ1 9 ആണ്. അപ്പോൾ 2π × 6/9 എന്ന് വെച്ചാൽ നമുക്കിത് 4π/3 ആണെന്ന് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് ω2 എന്ന് പറയുന്നത് 2π/ν2 ആണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് 2π × V2/λ2 എന്ന് എടുക്കാം. ഓർ ദിസ് ഈസ് 2π × 4/11 എന്ന് വരും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 8π/11 എന്ന് വരും. അപ്പോൾ ω1 ω2 കിട്ടി. ഇതേപോലെ നമുക്ക് K1 എന്ന് പറയുന്നത് 2π/λ1 ആണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് 2π/9 എന്ന് വരും. ഓക്കെ, K2 എന്ന് പറയുന്നത് 2π/λ2 ആയിരിക്കും. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 2π/11 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ω1 ω2 K1 K2 കിട്ടി. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ω1 മൈനസ് ω2 എന്ന് വെച്ചാൽ 4π/3 മൈനസ് 8π/11 ഡിവൈഡഡ് ബൈ 2π/9 മൈനസ് 2π/11 എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 എന്ന് കിട്ടും. 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ വേവ് പാക്കറ്റ്, ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി,
അതുപോലെ സാധാരണ ചോദിക്കാറുണ്ട് വേവ് പാക്കറ്റിനെ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. വേവ് പാക്കറ്റിനെ ഡയഗ്രമാറ്റിക്കായിട്ടുള്ള വേവ് പാക്കറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇതാണ് ഒരു വേവ് പാക്കറ്റിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് അതിനകത്തെ പ്രോബ്ലംസാണ്. ഓക്കെ, അതായത് നമ്മൾ ഇതിൻ്റെ ഫോർമുലേഷൻ ഓഫ് വേവ് പാക്കറ്റ് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ ഇത് ഫോർമുലേഷൻ ഓഫ് വേവ് പാക്കറ്റ്, ഇതാണ് ഈ വേവ് പാക്കറ്റിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് അല്ലെങ്കിൽ അനലിറ്റിക് റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് വേവ് പാക്കറ്റ്, എന്താണ് ഫേസ് വെലോസിറ്റി, എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ